കർണാടക ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളിൽ ഇന്നു മുതൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങും. ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ മാതാവിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ധർമ്മസ്ഥലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഈ ഒരു ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളിൽ ഇന്നു മുതൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുകയാണ്. ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി തന്നെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥല പോലീസ് കേസ് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഈ കേസ് അന്വേഷണം എങ്ങും എത്താത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കർണാടക സർക്കാർ ഇന്നലെ ഉച്ചയോടുകൂടി ഉത്തരവിറക്കിയത്. 4 IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കുന്ന ഒരു അന്വേഷണ സംഘമാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. മാത്രമല്ല DGP ഇതിന്റെ കാര്യങ്ങളിലെല്ലാം മേൽനോട്ടം വഹിക്കുമെന്നും നമ്മൾ ഇന്നലെ തന്നെ വാർത്ത പുറത്തുവിട്ടതാണ്. എന്തായാലും ഇതിന്റെ ആദ്യഘട്ടമായി ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ ഇയാൾ കോടതിയിലെത്തി മൊഴി നൽകിയിരുന്നു. മൊഴികളോടൊപ്പം ചില തെളിവുകളും നൽകിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ SITക്ക് മുമ്പിലെത്തി വിശദമായ മൊഴി നൽകുക. പിന്നീട് അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ ഇയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനോ ഒന്നും തന്നെ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിൽ ഈ അന്വേഷണത്തിൽ ഗൗരവപൂർവമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സുപ്രധാന മൊഴിയുണ്ട്. അതായത് 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ മാതാവ് സുജാത ഭട്ട് നൽകിയിരിക്കുന്ന ഒരു പരാതിയാണ്. ഈ പരാതിയിന്മേലും അനന്യ ഭട്ടിന്റെ മാതാവ് സുജാത ഭട്ടിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ കേസിൽ ഒരു പരാതി സ്വീകരിക്കുന്നതും മാത്രമല്ല അവരുടെ ഒരു മൊഴി രേഖപ്പെടുത്തുന്നതും. അവർക്ക് പറയാനുള്ളത് എന്താണെന്നുള്ള കാര്യമാണ് പ്രധാനമായും SIT സംഘം നോക്കിക്കാണുന്നത്. ഇന്നലെ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കാലയളവിൽ, അതായത് കഴിഞ്ഞ 40 വർഷങ്ങളിൽ കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് അതായത് എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും കാണാതായിട്ടുള്ള മുഴുവൻ തിരോധാനങ്ങളും അതിന്റെ വിവരങ്ങളും ശേഖരിക്കും. അതിനുശേഷം ഇത്തരത്തിൽ എത്രത്തോളം ആളുകൾ ഈ ധർമ്മസ്ഥലയിൽ കാണാതായിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സമരസമിതി പ്രവർത്തകർ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രൂപീകരണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിൽ മികവ് പുലർത്തിയ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്, പ്രതീക്ഷ നിർഭരമായ കാര്യമാണ്. എന്തായാലും നമ്മൾ ഏറെ ചർച്ച ചെയ്ത സൗജന്യ കൊലക്കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനും ഈ സംഘത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. എന്തായാലും കേരളത്തിലും ഇതുപോലെ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ കേരള വിഷൻ ന്യൂസ് ഇന്നലെ നൽകിയ വാർത്തയാണ്, കേരള വിഷൻ ന്യൂസ് പുറത്തു കൊണ്ടൊരു വാർത്തയാണ്. അതായത് ഒരു മലയാളിയെ കൊലപ്പെടുത്തിയ വാർത്ത. 20 കോടിയുടെ ഭൂമിക്ക് വേണ്ടി മലയാളിയായിട്ടുള്ള കട്ടപ്പന സ്വദേശി KJ ജോയിയാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഭീഷണി കുടുംബം നേരിട്ടിരുന്നു. അതിന് പിന്നാലെ ഇവർ ബംഗളൂരുവിലേക്ക് പലായനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവരുടെ കേസും ഇന്ന് ഈ SIT സംഘം പരിശോധിക്കും. ഈ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം ആവശ്യപ്പെട്ട് മകൻ ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് തളിപ്പറമ്പിലെത്തി ഇത്തരത്തിൽ പരാതി നൽകാനാണ്, അതായത് മാതാവ് പരാതി നൽകുമെന്നാണ് ഇപ്പോൾ ഈ മകനായിട്ടുള്ള അനീഷ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് 10-11 മണിയോടുകൂടി തന്നെ ഈ കേരളത്തിലും ഇത് സംബന്ധിച്ച് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ SITയുടെ അന്വേഷണം, അതിൽ ഈ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ഗ്യാങ് വാറുകൾ എല്ലാം ഇത്തരത്തിൽ പുറം ലോകം എത്തിക്കാൻ സാധിക്കുമെന്നും അതായത് ഇരകൾക്ക് നീതി ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമരസമിതി പ്രവർത്തകരും അതിന്റെ മറ്റ് ഭാരവാഹികളും എല്ലാം തന്നെ ഈ SIT രൂപീകരിച്ച നടപടിയോട് സ്വാഗതം ആശംസിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ വിവാദമുണ്ടാക്കിയ
ഈ ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. അതിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ആദ്യഘട്ടത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. എവിടെയൊക്കെയാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് അതിൽ തിരിച്ചറിയാൻ പറ്റുന്ന മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നോ, ഇതുമായി ബന്ധപ്പെട്ട് ഈ യൂണിഫോമിൽ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നത്. അങ്ങനെയെങ്കിൽ അവയൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമോ, എത്രത്തോളം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുമോ, ഇതെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. മാത്രവുമല്ല, ഈ ഫോറൻസിക് വിദഗ്ധർ അടങ്ങുന്ന ഒരു ടീമും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഡിജിറ്റലിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘവും ഈ ടീമിന്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ ഒരു സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണം ഈ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട്, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് കർണാടക സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. ദീപ്തി. ശരി. കർണാടക ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളിൽ ഇന്ന് മുതൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങും. ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ മാതാവിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.